الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم في حديث الصديق الحج عرفة صدق رسوله الأمين عند ساق عند كافر في مهمات الأمور عند حسبي عند ربي عند نعم الوكيل അതിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ കലർന്നു കണ്ടാൽ സകലവും നഷ്ടത്തിലാ. വളരെ പ്രൗഢമായ ഈ മജ്‌ലിസിന്റെ അധ്യക്ഷസ്ഥാനം നിർവഹിക്കുന്ന നമുക്കെല്ലാം സുപരിചിതനായ ബഹുമാനപ്പെട്ട മുനമ്പത്ത് ശിഹാബുൽ അവറുകൾ വിശേഷങ്ങൾ നൽകി സ്വാഗതത്തിന്റെ ധനങ്ങൾ സമ്മാനിച്ച് നമുക്ക് ഈ സദസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട തേവര അവറുകൾ താത്വികമായി ഹജ്ജിന്റെ നാൾവഴികൾ ശരിക്കും വിശദീകരിച്ച് ഈ ഉന്നതമായ മജ്‌ലിസ് ദുആ ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ആത്മീയ വളർച്ചയ്ക്ക് നെടുമുന്നേറ്റം വഹിക്കുന്ന ബാപ്പുൽ ഉസ്താദ് അവറുകൾ ഒരു നാടിന്റെ ദീനീ ചൈതന്യങ്ങളൊക്കെ പറയുന്നത് ദർസിന്റെ നിലനിൽപ്പിലൂടെ ആ നിലയ്ക്ക് പതിറ്റാണ്ടുകളായി കരുത്തുറ്റ എന്നെപ്പോലെ കരുത്തുറ്റ കാര്യബോധമുള്ള കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ കഴിയുന്ന ത്രാണിയുള്ള പ്രഭാഷകരെയും ചിന്തകരെയും പണ്ഡിതന്മാരെയും മുസ്ലിം കേരളത്തിന് സംഭാവന ചെയ്ത മാന്യദേഹമാണ് ബാപ്പുൽ ഉസ്താദ്. ഒരു വിശാല കാഴ്ചപ്പാടുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്. അത് എന്തുകൊണ്ട് കിട്ടിയെന്നറിയാമോ? ബാക്കിയാത്തിൽ പഠിച്ചതുകൊണ്ട്. എന്റെ ഉസ്താദ് 72 ബാക്കിയാത്തിലാണ് പഠിച്ചത്. വിശാലമായി എല്ലാവരെയും ചേർത്ത് പിടിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള വലിയൊരു മനസ്സ് അത് ആലിമിന്റെ മുഖമുദ്രയായിരിക്കണം. അത് ഞാൻ ബാപ്പുൽ ഉസ്താദിൽ കാണുന്നു. അല്ലാഹു ആ തണൽ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. കാലത്തിന് ആവശ്യമായ വലിയ പണ്ഡിത മഹത്തുക്കളെ രൂപപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് സംഭാവന ചെയ്യാനുള്ള കാര്യശേഷിയും ആ നാവിലും ആ ഇൽമിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നീട് നമ്മുടെ സമാധാനീയനായ വല്ലുസാദിന്റെ ചെറുകുട്ടി വല്ലുസാദ് നമ്മുടെ മാതൃകാപരിശം ഉസ്താദിന്റെ ചെറുകുട്ടി ഉസ്താദ് നമ്മുടെ ഖുർആൻ പഠനവേദിയുടെ മുഖ്യ കാര്യദർശിയായ ബഹുമാനപ്പെട്ട കുട്ടകാട് ഉസ്താദ് എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ മാധ്യമങ്ങളില്ലാത്ത നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്ന ഓച്ചയിലെ ആശ്രിത നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മേലധികാരിയും ഈ വർഷത്തെ ഹജ്ജ് മനസ്സിൽ താലോലിക്കുകയും ചെയ്യുന്ന സാലേഹ് സുൽഫിക്കായി അവിടുത്തെ പ്രിയപ്പെട്ട മകനും ഒപ്പം അമ്പുകളെ ലത്തിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ കർമ്മനിരതനായ സ്വാത്വികൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് തേവറക്കൽ റഷീദ്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഒരു നല്ല സേവനം ദീനീ സേവനം ചെയ്യുന്ന നമ്മുടെ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അപ്രകാരം ഏറ്റവും ആദരിക്കേണ്ട പൗരപ്രമുഖരായിട്ടുള്ള സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, നാട്ടുകാരൻ, വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ഞാൻ അർത്ഥവൃത്തിയുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് ഉപസംഹരിക്കും. ഈ ക്ലാസിന്റെ ലക്ഷ്യം 2 പോയിന്റുകളാണ്. ഒന്ന്, പോകുന്നവർക്ക് വലിയൊരു പ്രചോദനം, ഒരു ആത്മീയ പെരുമൊരുക്കൽ. പോകാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു കോർമയിൽ കൊള്ളിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ അതിനൊരു പ്രചോദനം ഉണ്ടാകണം. അത് മാത്രം മനസ്സിൽ കരുതിയാണ് ഖുർആൻ പഠനവേദിയുടെ ലേബിലിൽ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഇന്നിവിടെ
ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതിന് നന്നായി വർക്ക് ചെയ്തത് ബഹുമാനപ്പെട്ട ശാലത്തിക്ക് അവരുകളാണ്. അള്ളാഹു കാര്യപ്പെട്ട പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട വിലമാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, രക്തബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, നമുക്ക് കടമപ്പെട്ട കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ക്ലാസ്സിലേക്ക് ചെയ്യുന്ന ബാക്കവി ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അർത്ഥപുഷ്ടിയുള്ള പ്രസംഗമായിരുന്നു, ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. മനുഷ്യ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ മലക്കുകളുടെ നേതൃത്വത്തിൽ അവനെ ആരാധിക്കാനായി സ്ഥാപിച്ച മഹത്തായ ഗേഹമാണ്, ഭവനമാണ് പരിശുദ്ധമായ കഅബാലയം എന്ന് പറയുന്നത്. കാലാന്തരത്തിൽ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പുനർനിർമ്മാണം നടത്തിയതിൽ പ്രമുഖനാണ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാര്യമാത്ര പ്രസക്തമായ പുനർനിർമ്മാണ പ്രവർത്തനവും കാര്യമായ ദുആകളും ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് നടത്തിയതായി വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സ്ഥാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുത്ത നിർണായകമായ ആ നിമിഷം അദ്ദേഹത്തോട് മറ്റൊരു നിർദ്ദേശവും കൊടുത്തു. എന്നോട് ഒരു വസ്തുവിനെ പങ്കു ചേർത്ത് ആരാധിക്കുകയും ചെയ്യരുത് എന്ന് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഉസ്താദ് പറഞ്ഞതുപോലെ തവാഫ് ചെയ്യുന്ന സദ്ബുദ്ധരായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, നിന്ന് ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, കുനിഞ്ഞ് റുകൂഇലായി ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, സുജൂദിൽ വിനയമടക്കത്തോടുകൂടി കഴിയുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി എന്റെ ഈ ഭവനമൊന്ന് ശുദ്ധിയാക്കി പുനർനിർമ്മാണ പ്രക്രിയ നടത്തി വെക്കണം എന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. അക്ഷരം പ്രതി അവിടുന്ന് ആ നിർദ്ദേശം അനുസരിച്ച് അതിനെയും ഖുർആൻ അനുസ്മരിക്കുന്നു. ഇത് ربنا تقبل منا إنك أنت السميع العليم. إذ يرفع إبراهيم القواعد من البيت. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണ ഭാഗമായി അതിന്റെ അസ്തിവാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനും കൂടി പടുത്തുയർത്തിയ ആ നിർണായകമായ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടുപേരും വിനയമടക്കത്തോടുകൂടി ദുആ ചെയ്ത് പടച്ചവനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ ശ്രമദാനം, ഈ പരിശ്രമം, ഈ പുനർനിർമ്മാണ പ്രവർത്തനം നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. നീ കേൾക്കുന്നവനും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയുന്നവനുമാണ്. ഈ മോനെ വാപ്പിച്ചാനെ ഈ പരിശ്രമവും നീ ഒന്ന് കബൂലാക്കണേ. അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹുവിന്റെ വിളംബരമാണ് ഓ ഇബ്രാഹിം നബിയെ, വിശുദ്ധമായ കഅബാലയത്തെ സമ്മേളന വേദിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ജനങ്ങൾ വന്ന് സമ്മേളിക്കുന്ന ഇടമാക്കിയിരിക്കുകയാണ്. സമ്മേളന ഇടമാക്കിയിരിക്കുക, നിർഭയ കേന്ദ്രവുമാക്കിയിരിക്കുകയാണ് വിശുദ്ധ കഅബാലയത്തെ. അതുകൊണ്ട് പിൻഗാമികളായി വരുന്ന മുഅ്മിനീങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥനയ്ക്ക് നിന്നതും കഅബയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്റെ പാദം വെക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ല്, അതാണ് മഖാമു ഇബ്രാഹിം. അതിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കാര സ്ഥലമായി വിനിയോഗിച്ചുകൊണ്ട് ആ ചരിത്രത്തെ അനുസ്മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിനോടൊപ്പം ഇബ്രാഹിം നബിയോട് കനഗംഭീരമായ ഒരു കൽപ്പന, ഇബ്രാഹിം നബിയോട് കാര്യം ചെയ്യണം, ജനങ്ങളെ ഹജ്ജിനൊന്ന് വിളിക്കണം കേട്ടോ. പകച്ചുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ ആ കിതാബിലുള്ളത് ജനങ്ങളുടെ ഇടയിൽ അന്ന് പരിശുദ്ധമായ ഹജ്ജിന്
വിളംബരം ചെയ്യണം. എങ്കിൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഭൂഖണ്ഡങ്ങൾ താണ്ടി കാൽനടയായിട്ട് അവർ കഅബയുടെ അടുക്കൽ വന്നുകൊള്ളും. വിദൂരമായ മലമ്പാതകളിലൂടെയും മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തേറിയും അവർ വിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിലെത്തി ഹജ്ജിനായി എത്തിക്കൊള്ളും. അല്ലാഹുവിന്റെ മറുപടിയാണ്. ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാ ബാക്കവി ഉസ്താദും സുൽഫീക്കായും നമ്മൾ കേട്ട മഹത്തുക്കളെല്ലാം കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോകുന്നത്. അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ഭൂഗോളത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നും ജനകോടികൾ അന്നു മുതൽ ഇന്ന് വരെ കഅബയുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുക. അണ്ടർലൈൻ, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനകോടികളെ വരവേറ്റ തീർത്ഥാടന കേന്ദ്രം അതിവിശുദ്ധമായ കഅബാലയമാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പടച്ചവനെ, വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്ത് വിനയ വണക്കത്തോടു കൂടി ഇതാ എത്തിയിരിക്കുക. കോടാനകോടി മുഅ്മിനീങ്ങൾ വന്നുപോയി. ഹിജ്റ 1445 ഈ വർഷത്തെ ഹജ്ജിന് ഇനിയും 4 കോടിയോളം മുഅ്മിനീങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു, എത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വീകാര്യോഗ്യമായ ഹജ്ജും തൃപ്തികരമായ ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് ബാക്കവി ഉസ്താദും ഈ സംഘമൊക്കെ മക്കയിലേക്ക് പോകുന്നത്? മക്കയ്ക്ക് എന്തോ ഇത്ര വലിയ പ്രത്യേകതയുള്ളത്? ഞാനൊന്ന് അടിവരയിട്ട് പറയാം. എസൻസ് മാത്രമേ നടക്കുള്ളൂ. ക്ലാസ് ഗംഭീരമായി നടത്തണം, അതിന് പറ്റിയ സമയമല്ല. ഒന്ന്, മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് പരിശുദ്ധമായ മക്ക. 2, വിശുദ്ധമായ ഖുർആനിന്റെ അവതരണത്തിന് അല്ലാഹു ആദ്യമായി തിരഞ്ഞെടുത്തത് ജബലുൻ നൂറിലെ ഹിറാ ഗുഹയായിരുന്നു. അത് നിലകൊള്ളുന്ന നാടാ പരിശുദ്ധമായ മക്ക. മാനവ സമൂഹത്തിന് വഴികാട്ടിയായി വെളിച്ചമായി നിലകൊള്ളുന്ന ഭൂമിയിലെ ആദ്യത്തെ ഏകദൈവ ആരാധനാ കേന്ദ്രമായ മക്കയിലെ കഅബ നിലകൊള്ളുന്നതും ഈ പരിശുദ്ധമായ നാട്ടിലാണ്. അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അതേ ദിവസം കിതാബ് വരുത്തിയപ്പോൾ കിട്ടിയ ഒരു ഈമ, അന്ന് തന്നെ ഈ കഅബയും അതിന്റെ ചുറ്റുവട്ടം നിലകൊള്ളുന്ന 21 കിലോമീറ്ററിനെയും അല്ലാഹു ഹറമാക്കി എന്ന് വരെ, ഖിയാമത്ത് നാൾ വരെ ഹറമാക്കി. ഹറം നീനി പരിശുദ്ധ ഇടം. പിതാവിനെ കൊന്ന ഘാതകനോട് പ്രതികാരം ചോദിക്കാൻ അവകാശമില്ലാത്ത പ്രത്യേകമായ ഇടമാണ്. വേൾഡിലെ ഏറ്റവും വലിയ ഗ്രീൻ സോൺ, ശാന്തമായ സ്ഥലം, പവിത്രമായ ഇടം, ഏറ്റവും നിർഭയത്വമുള്ള ഭൂമി. ഈ കണ്ണ് സാക്ഷിയ. അർദ്ധരാത്രിയിലും പെണ്ണ് സ്വൈര്യവിഹാരം നടത്തും മക്കയിൽ. എന്നുവെച്ചാൽ സ്വസ്ഥമായി സഞ്ചരിക്കും. മലിനമായ ഒരു കണ്ണ് പോലും ആ കുട്ടിയെ വേട്ടയാടില്ല. അത്ര നിർഭയമാണ് മക്ക. റബ്ബി ജഅൽനാ ബലദൻ ആമിനാ. പടച്ചവനെ, ഈ നാടിനെ നീ നിർഭയ ഭൂമിയാക്കണം. ആ ദുആയിൽ അല്ലാഹു സാക്ഷാത്കരിച്ചു. ലോകത്തെ ഏറ്റവും നിർഭയ ഭൂമി വാഷിംഗ്ടൺ അല്ല, മോസ്കോ അല്ല, നമ്മുടെ മാതൃരാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹി അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് പരിശുദ്ധമായി ഇത് ഹറമുകളാണ്. മക്കയിലെയും മദീനയിലെയും ഹറമുകളാണ്. ആ ഹറമ് നിൽക്കൊള്ളുന്ന ഭൂമിയാണ് പരിശുദ്ധമായ മക്ക. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകുന്നതിന് വല്ലാത്ത ആഗ്രഹവും പ്രതിബദ്ധതയും ഉള്ളത്. അതുപോലെ അമ്പിയാക്കന്മാർ ആദ്യം സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായപ്പോ അള്ളാഹുവിന്റെ കൽപ്പന 9ാം ക്ലാസ്സിലെ ഖസസിന്റെ കിതാബുണ്ട്. മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. ആ കിതാബിലുണ്ട് എന്ത്? ആദം നബിയുടെ കൽപ്പന. ശ്രീലങ്കയിലെ ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയത് മക്കയിലേക്ക് പോകണം. മനുഷ്യ ഉൽപ്പത്തിയുടെ പ്രാരംഭ ദശ ആദ്യ പിതാവ് ഭൂമിയിൽ പാദമൂന്നിയപ്പോൾ അള്ളാഹുവിന്റെ കനഗംഭീരമായ കൽപ്പന മക്കയിലേക്ക് പോകണം. അവിടെ എൻ്റെ ഒരു ഭവനമുണ്ട്, അതിന് തവാഫ് ചെയ്യണമെന്ന് ആദം നബിയോടുള്ള നിർദ്ദേശം. ആദം മുതൽ ഇങ്ങോട്ട്, ഇബ്രാഹിം നബി മുതൽ ഇങ്ങോട്ട്, ഈസാ നബി അടക്കം മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരും വന്നുപോയ പവിത്രമായ നാടാണ് മക്ക, കഅബ. ബാക്കവി ഉസ്താദ് പറഞ്ഞതുപോലെ മാലാഖമാരെ കൊണ്ട് അല്ലാഹു കാവൽ നിർത്തിയിരിക്കുന്ന നാട്. ഹറമിന് പ്രത്യേകമായ മാലാഖമാരെ കാവലിട്ടിരിക്കുക അല്ലാഹു തആല.
ഒരു ചെറിയ പുണ്യത്തിന് 1,00,000 നന്മ ലഭിക്കുന്ന നാടാണ് വിശുദ്ധമായ ഹറമും മക്കയും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1,00,000 പുണ്യമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു കൂലിയല്ല, 1,00,000 പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കിട്ടുന്ന 15ഓളം സ്ഥലങ്ങളെ ഉസ്താദ് പറഞ്ഞതുപോലെ ഓർത്തിണക്കി വെച്ചിരിക്കുന്നത് വിശുദ്ധമായ മക്കയിലാണ്. ഏതൊക്കെയായിരിക്കും ആ സ്ഥലം ഒന്ന് കേട്ടു നോക്കിയേ. ഉസ്താദ് വിശദീകരിക്കാൻ പറഞ്ഞല്ലോ. ഒന്ന്, കഅബയുടെ ഉള്ളിലാണ്, അവിടുത്തെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. മീസാബിന്റെ അടിഭാഗത്തുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. കഅബയിൽ നിന്നും വെള്ളമൊലിച്ച് താഴേക്കിറങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ സ്വർണ്ണപ്പാത്തി ഉണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്തുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. മുൽത്തസമിന്റെ ഭാഗത്തു നിന്നുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസിം. അവിടുത്തെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. സംസം കിണറിന്റെ അരികു പറ്റിയുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. തവാഫ് ചെയ്യുന്ന ഘട്ടത്തിലുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സഫയുടെ മുകളിൽ വെച്ചുള്ള അടിമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മറുവയുടെ മുകളിലുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വെള്ളം തേടി ഉമ്മാലഞ്ഞ സഫാ മറുവയുടെ ഇടയിൽ സഈ ചെയ്യുന്ന നിമിഷങ്ങളിലുള്ള ദുആയ്ക്കും ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പാദം പതിഞ്ഞ കാല് പ്രതിഷ്ഠിച്ചിട്ടുള്ള മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ അതിന്റെ അരികു ചേർന്നുള്ള ദുആയ്ക്കും ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സംഘം ഖബറിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ മഹ്ശറയുടെ ഒരു ഓർമ്മ വരത്തക്കവണ്ണം, ഖബറിന്റെ ഒരു ഓർമ്മ വരത്തക്കവണ്ണം മിനയിൽ ടെന്റിന്റെ താഴ്വരയിൽ താമസിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് പൊന്നോമന മകന്റെ മൃദുലമായ കണ്ഠനാളത്തിൽ കത്തിവെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മിന താഴ്വരയുണ്ടല്ലോ, ആ താഴ്വരയിലെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ അറഫ കഴിഞ്ഞാലുള്ള അടുത്ത പോയിന്റ്. 1 കോടിയോളം ജനങ്ങള് അറഫ കഴിഞ്ഞാൽ വന്ന് പാർക്കുന്ന ഒരു ഇടമാണ് മുസ്ദലിഫ. മുസ്ദലിഫയെ കുറിച്ച് തന്നെ ദീർഘമായി പറയേണ്ടി വരും, അതിന് സമയമില്ല സഹോദരങ്ങളെ. രാജകൊട്ടാരങ്ങളിൽ കഴിഞ്ഞവർ, ഉന്നതമായ മാളികകളിൽ കഴിഞ്ഞവർ, ചെറ്റക്കുടിലുകളിൽ കഴിഞ്ഞവര്, പ്രിയമുള്ള സഹോദരങ്ങളെ, വിവിധ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര്, പ്രൈം മിനിസ്റ്റർമാര്, മിനിസ്റ്റർമാര്, കളക്ടർമാര്, സിപായിമാര്, കൃഷിക്കാര്, കച്ചവടക്കാര്, ലോക ചരിത്രത്തിൽ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യനുണ്ടോ ആ തരത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഉസ്താദ് പറഞ്ഞതുപോലെ പരിശുദ്ധമായ മക്ക ഉൾക്കൊള്ളുന്ന സൗദി രാജാവടക്കം എല്ലാവരും വരും മുസ്ദലിഫയിൽ. മുസ്ദലിഫയിൽ ടെന്റില്ല, വീടില്ല, ശീതീകരിച്ച റൂമില്ല. എല്ലാവരുടെയും വിരിപ്പ് ഭൂമിയാണ്, എല്ലാവരുടെയും മേലാപ്പ് ആകാശമാണ്. ഒരു രാത്രിയിൽ എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടും. അതാണ് ഹജ്ജ്. ജാതി, മത, വർണ്ണവർഗത്തിന്, തൊലിയുടെ നിറത്തിന് ഒന്നും യാതൊരു സ്ഥാനവുമില്ല. കുടുംബ മഹത്വത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമിന്റെ ഉത്ഭവമോ മണ്ണിൽ നിന്നാണ്. അതിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിലുള്ള മുസ്ദലിഫ. അവിടെ പോയിന്റ് മുസ്ദലിഫയുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നീട് അറഫയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീരി ഏറ്റുവാങ്ങിയിട്ടുള്ള ഭൂമി. ഗൽഗതം കേൾക്കാം, ഇടറുന്ന ശബ്ദം, കരച്ചിലുകൾ, തേങ്ങലുകൾ, ഒഴിഞ്ഞിരുന്നുള്ള തേങ്ങലുകൾ, പൂത്തായുള്ള തേങ്ങലുകൾ കേൾക്കാം അറഫയിൽ. കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപഭാവം ഇറക്കി വെക്കാനുള്ള തത്രപ്പാട്, അതിനുവേണ്ടിയുള്ള വിഷമവും വിളിയാളവും കരച്ചിലും അറഫയിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അറഫയിലുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ജംറകളിൽ ഹാജിമാരറി. ആ ജംറകളിലുള്ള ദുആയ്ക്കും, ആ 3 ജംറകൾ, ജംറത്തുൽ ഊല, ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്സ എന്ന് തുടങ്ങുന്ന ആ 3 സ്ഥലങ്ങളിലുള്ള ദുആയ്ക്കും ഇജാബത്തുണ്ട്. അങ്ങനെ 15 ഇടങ്ങളിൽ ഇജാബത്തുണ്ടെന്ന് ഹദീസിലുണ്ട്. ഇർശാദുൽ ഇബാദിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്കെല്ലാം പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയൊന്ന് വർണ്ണിക്കാതിരിക്കാൻ കഴിയുമോ? മക്കയെക്കുറിച്ച് പറയുമ്പോൾ പോകാൻ മനസ്സ് വേണം.
ഒന്ന് മാനസികമായി ഒരുങ്ങണം. അണ്ടർലൈൻ, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു, കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി, മണിമാണികൾ പടുത്തുയർത്തി, നല്ല വാഹനങ്ങൾ എടുത്തു, അടിച്ചു പൊളിച്ച് തിമിർത്താടി ജീവിതം. പക്ഷെ കഅബ കണ്ടില്ലെങ്കിൽ ജീവിതം പറ്റ പോക്ക സഹോദരങ്ങളെ, ജീവിതം പറ്റ പോക്ക. അതുകൊണ്ട് കഅബ കാണാനുള്ള സ്വപ്നം എപ്പോഴും മനസ്സിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കണം. ഹറം നമ്മുടെ സ്വപ്ന ഭൂമിയാകണം. ഹറം അത് നന്നായി ഒരു ക്ലാസ്സായി അവതരിപ്പിക്കണം. ഞാൻ ഇവിടൊന്നും പറയത്തില്ല. ഒരു 20 വർഷക്കാലം ഹജ്ജിന്റെ ജില്ലാ ക്യാമ്പ് നടത്തിയ ആളാണ് ഞാൻ. കഴക്കൂട്ടത്ത് 700-780 ഹാജിമാരുണ്ടാവും. അതിന്റെ ഡയറക്ടർ ഞാൻ. ആ ക്യാമ്പിന്റെ എല്ലാവർക്കും അറിയുന്ന നഗ്നമായ സത്യം. 10-20 വർഷം എന്നുള്ള ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഹജ്ജിന്റെ അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. 700-800 ഹാജിമാരുണ്ടാകും. ക്ലാസ് നമ്മൾ ചെയ്യും. അതിന് പറ്റിയൊരു സമയമല്ല, അത് മറ്റൊരു ഘട്ടത്തിലാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉത്കൃഷ്ടമായ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നാട്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാട്, ആ നാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്, വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈർ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഹാജിമാരെ ഒന്ന് വരവേൽക്കുകയാണ്. എന്നിട്ട് മദീനയെ കുറിച്ച് പറയാം. കഅബ കാണാനുള്ള അദമ്യമായ ആഗ്രഹവുമായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ ആത്മനിർവൃതി കൊള്ളാൻ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സംസം മതിവോളം കുടിച്ച് ആത്മസായുജ്യമടയാൻ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉസ്താദ് പരിചയപ്പെടുത്തിയതുപോലെ ഹജറുൽ അസ്വദ് മുത്തി മണക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹാജിമാരെ, ഒരു പുണ്യത്തിന് 1 ലക്ഷം കൂലി കിട്ടുന്ന മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫിരിക്കാനും ഇബാദത്തെടുക്കാനും കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, സഫയിലും മറുവയിലും ദുആ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, ഖദീജ ഉമ്മച്ചിയുടെയും ബാഫത്തി തങ്ങളുടെയും പരിശുദ്ധമായ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയ മക്കയിലെ പരിശാലമായ ജന്നത്തുൽ മുഅല്ല സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുത്തുനബി ജനിച്ച വീട് കഅബയുടെ തൊട്ടരികില. ഒന്ന് കാണണ്ടായോ ജീവിതത്തിൽ? നമ്മൾ നമ്മുടെ തറവാട് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയ മുത്തുനബിയുടെ ആ ഭവനം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹു ആയുസ്സും ആരോഗ്യം നൽകിയാൽ വിശുദ്ധമായ ഖുർആനിന്റെ അലയൊലി ആദ്യം വന്ന ജിബ്രീലിന്റെ ചിറകടി കൊണ്ട് ധന്യമായ ആ വിശുദ്ധമായ ഹിറാ ഗുഹ നേർക്കുനേരിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, മിനയും അറഫയും അവിടെ പോയി അതിൽ സാക്ഷികളാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, 1400 വർഷമായി ഒരിക്കൽ പോലും മാറ്റിവെച്ചിട്ടില്ലാത്ത ഉന്നതമായ ഒരു വേൾഡ് കോൺഫറൻസ് ആണ് അറഫ സമ്മേളനം എന്ന് പറയുന്നത്. ആ സമ്മേളനത്തിൽ കണ്ണിയാകാനുള്ള വലിയ ആഗ്രഹവുമായി കാത്തിരിക്കുന്ന ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്കൃഷ്ടമായ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് പരിശുദ്ധമായ മദീന. നബിയുടെ മുമ്പിൽ, ആ തങ്ങളുടെ മുമ്പിൽ അതബോടുകൂടി സലാം പറയാൻ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിന്റെയും എൻ്റെ മിംബറിന്റെയും ഇട സ്വർഗീയ ഉദ്യാനമാണെന്ന് തങ്ങൾ പറഞ്ഞു. അവിടെ 2 റക്അത്ത് നിസ്കരിച്ച് ആത്മനിർവൃത്തി കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, ആയിരക്കണക്കിന് സഹാബിമാരുടെയും അവിടുത്തെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ഉമ്മച്ചിയുടെയും അവിടുത്തെ സഹധർമ്മിണിമാരുടെയും പ്രിയപ്പെട്ട മക്കളുടെയും പരിശുദ്ധമായ ശരീരമേറ്റുവാങ്ങിയ ജന്നത്തുൽ ബഖീഅ് അഥവാ മദീനയിലെ മുബാറക്കായ ശ്മശാനം, അത് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, ഇസ്ലാമിക പോരാട്ടത്തിന് പശ്ചാത്തലമൊരുക്കിയ ബദറും ഉഹദും അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലിരിക്കുന്ന ഹാജിമാരെ, മദീന വളരെ ശാന്തമാണ്. കണ്ടാസ്വദിക്കണം. മദീനയിലെ മാർക്കറ്റും ശാന്തമാണ്. അവിടെ വാദകോലാഹലങ്ങളില്ല, ശാഠ്യങ്ങളില്ല, പിണക്കങ്ങളില്ല. വേൾഡിലെ
പച്ച മനുഷ്യനെ കാണണോ മദീനയിൽ പോയാൽ മതി. മുത്തനബിയുടെ അനുചരന്മാർ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്തത്, മലിന ചിന്തകൾ കൊണ്ട് മനസ്സ് മലിനമാക്കാത്ത മഹത്തുക്കൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമികളായ മഹത്തുക്കൾ, അവര് നിലയുറപ്പിച്ചിട്ടുള്ള മദീനയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാ. ഞങ്ങൾ ഭാഗ്യഹീനരുമാണ്. കാഴ്ച കാണാനുള്ള തൗഫീഖ് മുത്തനബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാൻ നേരത്ത് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഹദീസിന്റെ കിതാബിലുണ്ട്. ഈ മഹത്തുക്കൾ ഞങ്ങൾക്ക് ചൊല്ലിത്തരും ഈ ഉത്സവന്മാർ. എങ്ങനെ ഹദീസ്? മാ അത്തിയബക്കിൻ ബലദിൻ, പ്രിയപ്പെട്ട മക്കേ, നീ എത്രയോ ശ്രേഷ്ഠമായ പട്ടണമാണ്. മുത്തനബി പറയുക മദീനയിലേക്ക് പോകാൻ നേരത്ത്, വഹബ്ബക്കി ഇലയ്യ, എന്നിലേക്ക് നീ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മക്കേ. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ. ലൗലാ ഖൗമി അഖ്രിജൂനി മിൻകി, നിന്നിൽ നിന്നും എൻ്റെ ഈ നാട്ടുകാര് എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ദേശം, ഈ കാഴ്ച കൊണ്ട് ധന്യമായ ഈ ദേശം വിട്ട് ഞാൻ പോകുമായിരുന്നില്ല. മാ സെക്കൻഡ് വൈറക്കി, നീ അല്ലാത്ത മറ്റൊരു നാട്ടിലും ഞാൻ പോയി താമസിക്കുമായിരുന്നില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ മക്കയും മദീനയും സന്ദർശിക്കാൻ പോവുക വലിയ ഹൈറ. ഉമ്മ നിയ്യത്ത് വെക്കണേ, മുച്ചി നിയ്യത്ത് വെക്കണേ, നിയ്യത്ത് വെക്കണേ. ഇത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യം. 2 സ്ഥലത്തങ്ങ് പോട്ടെ, ഒന്ന് പോകണ്ടേ, നന്നായിട്ട് ഒന്ന് പോയി കണ്ട് വരേണ്ടേ സഹോദരങ്ങളെ. അത് ജീവിതത്തിലെ വലിയ ഹൈറ, ജീവിതത്തിലെ വലിയൊരു ബറക്കത്ത. അല്ലാഹു തആല പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ സെലക്റ്റഡ് ആണ് കേട്ടോ. പോകാൻ തൗഫീഖ് കിട്ടിയവർ സെലക്റ്റഡാണ്. ലോകത്തെ 190 രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. 170 കോടിയിൽ പരം വരുന്ന മുഅ്മിനീങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ. ഹറമിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഭാഗ്യം കിട്ടിയവരാ നിങ്ങൾ. ഇത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കാണണം. കാരണം നമ്മേക്കാൾ സമ്പത്തുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്, കായിക ബുദ്ധിയുള്ളവരുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവരുണ്ട്, പൊതുരംഗത്ത് വിരാജിക്കുന്നവരുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റ് വിവിധ മേഖലകളിൽ വിരാജിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് അല്ലാഹു തആല തൗഫീഖ് കൊടുത്തില്ല. നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി. അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരാകണം, നന്ദിയുള്ളവരാകണം ഹാജിമാർ. നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ. നിങ്ങൾ നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ഇബാദുർ റഹ്മാൻ ആയിരുന്നു, അല്ലാഹുവിന്റെ അടിമകളായിരുന്നു. നിയ്യത്ത് വെച്ചതോടുകൂടി ഹജ്ജിന് പോകാനുള്ള മാനസിക ഒരുക്കമായതോടുകൂടി നിങ്ങൾ ളുയൂഫുർ റഹ്മാനായി, അല്ലാഹുവിന്റെ അതിഥികളാണ്. നിങ്ങൾ അതിഥികൾ. അല്ലാഹു ആതിഥേയൻ. ആതിഥേയൻ മീനിങ് അതിഥികളെ സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന അഖിലാധിനാഥനായ പടച്ച റബ്ബ്, അവനാ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ ഉന്നതമായ ഭാഗ്യം സിദ്ധിച്ചവരാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്, ഹജ്ജിന് പോകുന്നവരും ഉംറയ്ക്ക് പോകുന്നവരും അല്ലാഹുവിന്റെ ദൗത്യ സന്ദേശവാഹകരാ. ഇദാ ദഅഉഹു അജാബഹും, അവർ ദുആ ചെയ്താൽ ക്ഷണം അല്ലാഹു ഉത്തരം നൽകും. ബാക്കി സുൽഫി സാഹിബ്, മറ്റു പോകുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ക്ഷണം ഉത്തരം ചെയ്യും. പടച്ചവനോട് പൊറുക്കലിനെ തേടിയാൽ, ആജിദ് പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് സമ്പത്തും സമയവും ഈ ഉന്നതമായ അമലിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചില യോഗ്യതകളുണ്ട്. അത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞ് എൻ്റെ ഈ സംസാരം ഒന്ന് നിർത്തിയേക്കാം. ഒന്ന്, നിയ്യത്ത് ബലിഷ്ഠമായിരിക്കണം. നിയ്യത്ത് ബലിഷ്ഠമായിരിക്കണം. ബലിഷ്ഠമായ നിയ്യത്തുമായിട്ടാണ് പോകേണ്ടത്. എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും മാത്രമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവിടെ ശറഹെടുത്തിട്ടുള്ളത് മുഅ്തബിറാത്തുൽ അഅ്മാലി ബിന്നിയ്യാത്ത്, അമലുകളെ പരിഗണിക്കപ്പെടുന്നത് ഹൃദയശുദ്ധിക്കനുസരിച്ച. തഴവാഉസ്താദിന്റെ മുർശിദ, റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ,
കലർപ്പെന്ന് കണ്ടാൽ സകലതും നഷ്ടത്തിലാ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൽബ്, അവിടുത്തെ ഖബറും കൽബും അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. ഉദ്ദേശശുദ്ധി നശിച്ചതല്ല കൊള്ളയാ, പൊൻകട്ടി എന്നാൽ തന്നെയും മൺകട്ടയാ. ശ്രുതി മധുരമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 12,000 വരികൾ ആ തലവാ ഉസ്താദ് രചിച്ചു. ഒന്നും രണ്ടൊന്നുമല്ല, 12,000 വരികൾ. അള്ളാഹു ആ ഖബറിനെ ധന്യമാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പം നീയത്ത് നന്നായിരിക്കണം. എൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും മാത്രമാണ്. അതിൽ കവിഞ്ഞ് എനിക്ക് യാതൊരു വിധമായ ഉദ്ദേശങ്ങളുമില്ല. രണ്ടാമത്തെ കാര്യം ത്യാഗസന്നദ്ധതയാണ്. ത്യാഗസന്നദ്ധത എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ റൂമിൽ ഉറങ്ങാനും ആഹാരം കഴിക്കാനുമാണ് പോകുന്നെങ്കിൽ ഈ പണി കൊണ്ട് യാതൊരു കഴിവുമില്ല. ത്യാഗസന്നദ്ധത ഹാജിയുടെ മുഖമുദ്രയായിരിക്കണം. പരമാവധി പരിശ്രമിക്കണം. ഖത്തം ചെയ്യണം, ദിക്ർ സ്വലാത്ത് ചൊല്ലണം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം, തവാഫ് പെരുപ്പിക്കണം, സ്വദഖകൾ പെരുപ്പിക്കണം, നല്ല കാര്യങ്ങൾ പെരുപ്പിക്കണം. കിട്ടുന്ന 40 ദിവസം നന്നായി ഇബാദത്തിന് വേണ്ടി അടിച്ചു പൊളിക്കണം. അത് നമ്മുടെ ഭാഷ. ഇബാദത്തിന് വേണ്ടി നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന് ക്ഷമ വേണം. 190 രാജ്യങ്ങളിൽ വരുന്ന വിവിധ കാഴ്ചപ്പാടുള്ള ആൾക്കാർ, വിവിധ നിറങ്ങൾ, വിവിധ ശൈലികളുള്ള ആൾക്കാരാണ് വരുന്നത്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി നല്ല ക്ഷമയോടുകൂടി വേണം ഈ പരിശുദ്ധമായ ഹറമിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ. വളരെ ക്ഷമ വേണം. ചിലപ്പോൾ വീട്ടിൽ കിട്ടിയത് ഭാര്യ തന്നതൊന്നും അവിടെ കിട്ടിയെന്ന് വരത്തില്ല. അവിടെയൊക്കെ ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. ചുവന്നവർ, വെളുത്തു കൊടുത്തവർ, കറുത്തവർ, ഇളം കളറുള്ളവർ, ലോകത്തെയാണ് നമ്മൾ മക്കയിൽ കാണുന്നത്. എല്ലാ തലങ്ങളിലുമുള്ള വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, വിവിധ കാഴ്ചപ്പാടുകളുള്ളവർ, ചിന്തകന്മാര്, എഴുത്തുകാര്, ബുദ്ധിജീവികൾ എല്ലാവരും അവിടെ വരികയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബിന്ദുവായി നമ്മളും ക്ഷമയോടുകൂടി വേണം ഹറമിനെ പങ്കിടാൻ. അണ്ടർലൈൻ. മറ്റൊരു കാര്യം, ഹറമിലെ ഒരു വസ്തുവിനെയും കുറ്റം പറയരുത്. ഈമാൻ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഒരു വസ്തുവിനെയും കുറ്റം പറയരുത്, ഒന്നിനെയും കുറ്റം പറയരുത്. മൂസൽ ഉസ്താദ് ഒരു ഹജ്ജ് ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഒരാൾ മദീനയിൽ ചെന്നിട്ട് പറഞ്ഞ് മദീനയിലെ മോരിന് പുളിയില്ലെന്ന്. പുള്ളിക്ക് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞ് മദീനയിലെ മോരിന് പുളിയില്ലെന്ന്. അപ്പൊ നിബിധങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞിടാ, നിനക്ക് ഈമാൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ മദീന വിട്ടോളാൻ, എത്രയും പെട്ടെന്ന് നീ മദീന വിട്ടോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ചതായി ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തി. അപ്പൊ ഒന്നിനെയും കുറ്റം പറയും. പിന്നെ വലിയൊരു കാര്യമുണ്ട്. സാധാരണക്കാരോട്, ഉലമാക്കളോടല്ല നിർദ്ദേശം, അവർക്കിത് കാര്യങ്ങൾ അറിയാം. അവിടുന്ന് ഫോട്ടോ എടുത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഓർത്ത് ഈ ഹറമിന്റെ ഫോട്ടോ വീട്ടുകാരുമായിട്ട് ഈ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നാട്ടിലോട്ട് അയക്കുന്നത് ഹറമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അദബ് കേടാണ്. കഅബയുടെയും ഹറമിന്റെയും ഗുരുത്തക്കേട് അതിലൂടെ വന്നു ചേരും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ടും പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടി ഒരുങ്ങണം. എന്തുകൊണ്ടെന്നാൽ വാർദ്ധക്യം നമ്മളെ പിടിമുറിക്കുകയാണ്. ആരോഗ്യരംഗത്ത് ഒരു ഉറപ്പുമില്ല. ഏത് നിമിഷവും നമ്മൾ കിടന്നു പോകാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഅബയിൽ പോകുന്നത് എപ്പോഴാണ്? ആരോഗ്യമുള്ള സമയത്താണ്. കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഉന്നതമായ ആ കഴിവ് നിലനിൽക്കുമ്പോൾ പോയി വന്നുകൊണ്ടിരിക്കണം. ഉപ്പ സമ്പാദിച്ച കുറവില്ലാത്ത വസ്തു നമുക്കില്ലേ? പ്രാപ്തരായ മക്കളുടെ വരുമാനമില്ലേ? അതിൽ നിന്ന് ഓഹരി നേരത്തെ സ്റ്റോർ ചെയ്ത് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി മാനസികമായി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. കൂടുതൽ നീട്ടുന്നത് ഒട്ടും ഉചിതമല്ല. എനിക്ക് പറഞ്ഞ ഇശായ്ക്ക് ജമാഅത്തിനും എത്തണം, സലാത്ത് മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമുഖത്തിൽ ദുആയിൽ പറഞ്ഞതുപോലെ ഒരു കൊച്ചു ദുആ ചെയ്യാം. അതിനു മുമ്പ് ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കെല്ലാം 2 വാക്ക് പറയുന്നതിന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനുവാദം കൊടുക്കും. അതിൻ്റെ ഒരു അദബാണല്ലോ. ഞാൻ ഇച്ചിരി നീണ്ടുപോയി മാപ്പാക്കണം. ഇങ്ങനല്ല, ഒരു തുറസായ വേദിയിൽ നന്നായി വേണം എൻ്റെ ക്ലാസ് എടുക്കാൻ. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യും. ഇത് എസൻസ് മാത്രമാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വമാനവികതയുടെ സന്ദേശമാണ് ഹജ്ജ്. അവിടെ വെളുത്തവനില്ല, കറുത്തവനില്ല, ആർക്കും പ്രത്യേക സ്ഥാനമില്ല. വെളുത്തവന് പ്രത്യേക സ്ഥാനമില്ല, കറുത്തവന് പ്രത്യേക സ്ഥാനക്കുറവില്ല. കുടുംബ മാഹാത്മ്യത്തിന് അവിടെ ഈ പുല്ല് വിലയ. സൗദി രാജാവ് ചിലപ്പം അവിടുത്തെ തൂപ്പുകാരന്റെ കാൽച്ചുവട്ടിൽ സുജൂദ് ചെയ്യും. ഈ സന്ദേശമാണ് ഹജ്ജ്. ഇതാണ് ഹജ്ജ്. അവിടെ ജാതി കാഴ്ചപ്പാടുകൾക്ക്, കുടുംബ പശ്ചാത്തലങ്ങൾക്ക് ഒന്നും പ്രത്യേക പ്രസക്തിയില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ. സമത്വത്തിന്റെ സന്ദേശമാണ് വിശുദ്ധമായ ഹജ്ജും അറഫയും. അറഫ തന്നെ ഒരു ദിവസം പ്രസംഗിക്കാനുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ആകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളൊരു ദുആ കൂടി പിരിയും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാക്കുന്നുണ്ട്.